Your time starts now. എല്ലാവർക്കും നമസ്കാരം. പ്ലാസ്മ മെമ്പറൈനിൽ കടന്ന് ഇരട്ട ന്യൂക്ലിയർ മതിലുകൾക്കുള്ളിൽ പ്രകൃതി അതീവ സുരക്ഷയോടെ പൂട്ടിവെച്ചിരുന്ന നമ്മുടെ ജീൻ ഒരിക്കലും മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ആ പൂട്ട് തകർത്ത് സ്വന്തം വിധി തിരുത്തി എഴുതുവാൻ മനുഷ്യൻ കണ്ടെത്തിയ വിസ്മയത്തെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ക്രിസ്പർ അഥവാ ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിയൻഡ്രോമിക് റിപ്പീറ്റ്സ്. ഞാൻ ജോയൽ ടോമി, ഗവൺമെന്റ് തിരുവാരൂർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷം MBBS വിദ്യാർത്ഥി. ക്രിസ്പർ അധിഷ്ഠിത ജീനോം എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ജനിതക ശാസ്ത്രം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇത്രയും കാലം നമുക്ക് വായിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആ മാനുവലിലെ അക്ഷരത്തെറ്റുകൾ തിരുത്തി എഴുതുവാനുള്ള ഒരു മാന്ത്രിക പേന മനുഷ്യന് ലഭിച്ചു. വായിക്കുവാൻ മാത്രമല്ല, ഇനി നമുക്കത് തിരുത്തുവാൻ സാധിക്കും. നമുക്ക് കഥയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. കോടിക്കണക്കിന് വർഷങ്ങളായി ബാക്ടീരിയയും വൈറസും തമ്മിൽ വലിയ യുദ്ധമാണ്. ഒരു വൈറസ് ബാക്ടീരിയയെ ആക്രമിക്കുമ്പോൾ ബാക്ടീരിയ വെറുതെ ഇരിക്കുകയില്ല. അത് വൈറസിന്റെ DNA ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്ത് സ്വന്തം DNA ക്രിസ്പർ ലോക്കസ് അല്ലെങ്കിൽ ക്രിസ്പർ അറേ എന്ന ലൈബ്രറിയിൽ സൂക്ഷിക്കും. ചുരുക്കത്തിൽ, ഇവനെ കണ്ടാൽ അപ്പവെട്ടം ഓർമ്മിക്കുന്ന ഒരു മക്ഷോട്ട് പോലെ. ഇനി വൈറസ് വീണ്ടും ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും? ബാക്ടീരിയ ആ മക്ഷോട്ടിനെ ആക്റ്റീവ് ആക്കും. ആദ്യം ക്രിസ്പർ ലോക്കസിലെ DNA പ്രീ ക്രിസ്പർ RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. പക്ഷെ ഇത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല. ഇവിടെയാണ് ട്രേസർ RNA എന്നൊരു കൂട്ടുകാരൻ വരുന്നത്. ഈ ട്രേസർ RNA വന്ന് പ്രീ ക്രിസ്പർ RNAയുമായി ചേരുന്നു. ഇത് Cas9 എന്ന പ്രോട്ടീനെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിനെ നമ്മൾ ചുരുക്കത്തിൽ ഗൈഡ് RNA എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ടീം റെഡി. Cas9 കത്തുകയും അത് വഴികാട്ടാൻ ഗൈഡ് RNA. ഈ കോംപ്ലക്സ് ബാക്ടീരിയയുടെ ഉള്ളിലൂടെ ചുറ്റും ആക്രമിക്കാൻ വന്ന വൈറസിന്റെ DNA ഈ ഗൈഡ് RNA മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കും. മാച്ചായാൽ സ്നാപ്പ്, Cas9 ആ വൈറസിനെ അണ്ടിവെട്ടുന്നു. അത് വൈറസ് നിർവീര്യമായി. ബാക്ടീരിയയുടെ ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അരിവാൾ രോഗം, ഹീമോഫീലിയ, ബീറ്റ താലസീമിയ, ഹണ്ടിങ്ടൺസ് രോഗം, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാൻ സാധിക്കും? ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. 11ാമത്തെ ക്രോമസോമിലെ ബീറ്റ ഗ്ലോബിൻ ജീനിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം മൂലമാണ് സിക്കിൾ സെൽ രോഗം ഉണ്ടാകുന്നത്. കൃത്യം പറഞ്ഞാൽ 6ാമത്തെ സ്ഥാനത്തുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് വരുന്നു. ഈ മാറ്റം കാരണം ഹീമോഗ്ലോബിൻ S എന്ന വിചിത്രമായ ഒരു ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഓക്സിജൻ കുറയുമ്പോൾ ഈ ചുവന്ന രക്താണുക്കൾ കട്ടുള്ളതും അരിവാൾ രൂപ ഇത് ചികിത്സിക്കാൻ നമ്മൾ കേടായ ജീനിനെ നേരിട്ട് നന്നാക്കുകയല്ല, ഒരു ബാക്കപ്പ് പ്ലാൻ ഉപയോഗിക്കുകയാണ്. സാധാരണ മുതിർന്നവരുടെ ഹീമോഗ്ലോബിൻ ആൽഫയും ബീറ്റയും ഉപകരണങ്ങളാണ് ഉള്ളത്. സിക്കിൾ സെൽ മ്യൂട്ടേഷൻ ബാധിക്കുന്നത് ഈ ബീറ്റ ചെയിനിനെ മാത്രമാണ്. എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നത് ഹീമോഗ്ലോബിനാണ്. ഇത് ബീറ്റ ഇല്ല, പകരം ഗാമയാണുള്ളത്. ബീറ്റ ഇല്ലാത്തത് കൊണ്ട് ഇതിനൊരിക്കലും സിക്കിൾ രോഗം വരികയില്ല. പക്ഷേ ജനിച്ചു കഴിയുമ്പോൾ BCL11 എന്നൊരു ജീൻ വന്ന് ഈ ഗാമ ഹീമോഗ്ലോബിനെ ഓഫ് ചെയ്യുന്നു. ബീറ്റ ആ സ്ഥാനം ഏറ്റെടുക്കും. ലളിതമായി പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു ബ്രേക്കാണിത്. ലക്ഷ്യം ലളിതമാണ്, ബ്രേക്ക് തകർക്കുക. ഇതിൽ നമ്മൾ ലാബിൽ ഒരു Cas9 കത്രികയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഗൂഗിൾ മാപ്പാണിത്. എവിടെ മുറിക്കണം എന്ന് ഇത് കാണിച്ചു കൊടുക്കും. Cas9 അവിടെ എത്തുന്നു. പക്ഷേ മുറിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നോക്കണം. പാം സൈറ്റ്
ഇതൊരു ഡോർ നമ്പർ പോലെയാണ്. ഗൈഡ് ആറിനെ സ്ഥലത്തെത്തിയാലും അടുത്ത് ഈ പാം സൈറ്റ് ഇല്ലെങ്കിൽ ക്യാസ് മുറിക്കില്ല. തെറ്റായ സ്ഥലത്തും മുറിക്കാതിരിക്കാനുള്ള ഒരു സുരക്ഷാ പൂട്ടാണിത്. പാം സൈറ്റ് ഉറപ്പായാൽ ക്യാസ് DNA ഹെലിക്സിനെ അഴിക്കുന്നു. എന്നിട്ട് സ്നാപ്പ് രണ്ട് ഇഴകളെയും വെട്ടിമുറിക്കുന്നു. DNA മുറിഞ്ഞാൽ കോശം പരിഭ്രാന്തരാകും. ഉടനെ അത് റിപ്പയർ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. സത്യത്തിൽ നമുക്ക് വേണ്ടതും അതാണ്. ആ റിപ്പയർ പ്രക്രിയയെ നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നു. പ്രധാനമായും രണ്ട് രീതിയിലാണ് കോശം ഇത് പരിഹരിക്കുന്നത്. കോശം റിപ്പയർ ചെയ്യുന്ന ആദ്യ രീതിയാണ് NHEJ അഥവാ നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ്. DNA മുറിഞ്ഞ ഉടനെ കോശത്തിനുള്ളിലെ ഒരു എമർജൻസി ടീം അവിടേക്ക് ഓടിയെത്തുന്നു. സത്യം പറഞ്ഞാൽ ഈ ടീമിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെള്ളാനകളുടെ നാട് സിനിമയിലെ പപ്പുവിനെയാണ്. അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് റോഡ് റോളർ നന്നാക്കാൻ വരുന്ന പോലെയാണ് ഈ പ്രോട്ടീനുകൾ വരുന്നത്. Q7080 DNA പ്രോട്ടീൻ കൈനേസ് കാറ്റലിറ്റിക് സബ് യൂണിറ്റ് എന്നിങ്ങനെയാണ് ഈ പ്രോട്ടീനുകളുടെ പേര്. മുറിഞ്ഞ DNA അറ്റങ്ങളിലേക്ക് ഇവ ശക്തമായി ആകർഷിക്കപ്പെടുന്നു. ഒരു സ്പ്രിംഗ് പോലെ പ്രവർത്തിച്ച് മുറിഞ്ഞ രണ്ട് ഭാഗങ്ങളെയും ഇവ വരിഞ്ഞു മുറുക്കി ചേർത്ത് പിടിക്കുന്നു. ഒടുവിൽ DNA ലൈഗേസ് 4 എന്ന പശ ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് യോജിപ്പിക്കുന്നു. ഇതിനെയാണ് NHEJ എന്ന് വിളിക്കുന്നത്. പക്ഷെ പപ്പു നന്നാക്കിയതുപോലെ തന്നെ ഈ ഒട്ടിക്കലിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൂട്ടിമുട്ടിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ നഷ്ടപ്പെടുകയോ ചിലത് അധികമായി വരികയോ ചെയ്യും. സിനിമയിൽ അത് വലിയ പണിയാണെങ്കിൽ ഇവിടെ ഈ കടുങ്കൈയാണ് നമുക്ക് ഗുണമാകുന്നത്. ഈ പശയ്ക്ക് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ BCL11 എന്ന ബ്രേക്ക് ജീൻ പ്രവർത്തനരഹിതമാകുന്നു. അതോടെ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഉൽപാദനം വീണ്ടും തുടങ്ങുന്നു. അരിവാൾ രോഗം മാറുന്നു. ഇതൊരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഈ ചികിത്സ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിനുള്ളിലല്ല. നമ്മൾ രോഗിയുടെ മജ്ജ പുറത്തെടുക്കുന്നു. ലാബിൽ വെച്ച് ക്രിസ്പർ ഉപയോഗിച്ച് BCL11 ജീനെ എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്ത കോശങ്ങളെ തിരികെ രോഗിയിലേക്ക് തന്നെ കയറ്റുന്നു. 2023 FDA അംഗീകരിച്ച കാസ്കേവി എന്ന മരുന്ന് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. 2047 അരിവാൾ രോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രിസ്പർ ചികിത്സാ രീതിയാണ് ബെർസ 101. കോശത്തിന്റെ രണ്ടാമത്തെ റിപ്പയർ രീതിയാണ് HDR അഥവാ ഹോമോലോഗി ഡയറക്റ്റഡ് റിപ്പയർ. നേരത്തെ കണ്ട NHEJ ഒരു വെൽഡിംഗ് പണിയാണെങ്കിൽ HDR ഒരു ഫോട്ടോ കോപ്പി മെഷീനാണ്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒറിജിനലിന്റെ ഒരു കോപ്പി അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. മിക്കവാറും അത് നമ്മുടെ സിസ്റ്റർ ക്രൊമാറ്റിഡ് ആണ്. ഇതിന്റെ പ്രവർത്തനം വളരെ രസകരമാണ്. ആദ്യം REC-BCD എന്ന എൻസൈം വന്ന് മുറിഞ്ഞ DNA അറ്റങ്ങൾ കടിച്ചു മാറ്റുന്നു. അങ്ങനെ അതൊരു C സൈറ്റ് എന്ന ചെക്ക് പോസ്റ്റിലെത്തും. അപ്പൊ ബാക്കി നിൽക്കുന്ന 3' അറ്റത്തെ REC എന്ന് പറയുന്ന എൻസൈം പിടികൂടി തൊട്ടടുത്തുള്ള നല്ല DNAയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. അവിടെ അതൊരു D ലൂപ്പ് ഉണ്ടാക്കുന്നു. അവിടെയുള്ള നല്ല കോപ്പിയെ നോക്കി നമ്മുടെ മുറിഞ്ഞ ഭാഗം DNA പോളിമറൈസിന്റെ സഹായത്തോടെ കൃത്യമായി പകർത്തി എഴുതുന്നു. ഫലമോ യാതൊരു പിഴവുമില്ലാത്ത പരിപൂർണ തിരുത്തൽ. കോശത്തിന്റെ ഈ സ്വഭാവത്തെയാണ് ശാസ്ത്രജ്ഞർ മുതലെടുക്കുന്നത്. ക്യാസൈൻ ഉപയോഗിച്ച് DNA മുറിക്കുമ്പോൾ നമ്മൾ കോശത്തിന് ഒരു ഡോണർ ടെംപ്ലേറ്റ് കൂടി കൊടുക്കും. ഇതൊരു കൃത്രിമ DNA ആണ്. ഇതിന്റെ രണ്ടറ്റത്തും നമ്മുടെ DNAയുമായി മാച്ചാകുന്ന സീക്വൻസ് ഉണ്ടാകും. പക്ഷേ നടുക്ക് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നല്ല ജീനായിരിക്കും. കോശം വിചാരിക്കുന്നത് ഇത് സ്വന്തം സിസ്റ്റർ ക്രൊമാറ്റിഡ് ആണ് എന്നാണ്. അത് വിശ്വസിച്ച് നമ്മുടെ കയ്യിലുള്ള നല്ല ജീനിനെ സ്വന്തം DNAയിലേക്ക് പകർത്തുന്നു. സിക്കിൾ സെൽ അനീമിയയിൽ ഇതിന്റെ ഗുണം വലുതാണ്. നേരത്തെ ചെയ്തതുപോലെ വേറൊരു ജീനിനെ തകർക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് രോഗത്തിന് കാരണമായ ബീറ്റാഗ്ലോബിൻ ജീനിലെ തെറ്റിനെ നേരിട്ട് തിരുത്തുകയാണ്. DNAയിലെ അക്ഷരത്തെറ്റ് മാറ്റി ശരിയായ അക്ഷരം അവിടെ വെക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാസ്കേവി പോലെ ഇത് ഇതുവരെ FDA അംഗീകരിച്ചിട്ടില്ല. ഇതിപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. എങ്കിലും ഭാവിയിൽ ജീനുകളെ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ പോകുന്നത് ഈ ടെക്നോളജി ആയിരിക്കും. സിക്കിൾ സെൽ അനീമിയ ഒരു തുടക്കം മാത്രമാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗത്തിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന CFTR ജീനിലെ എക്സോൺ 10 വരുന്ന പിഴവുകൾ തിരുത്താനും ഡുഷെയ്ൻ മസ്കുലർ ഡിസ്ട്രോഫിയിൽ ഡിസ്ട്രോഫിൻ പ്രോട്ടീനെ തിരികെ കൊണ്ടുവരാനും
ബീറ്റ താലസീമിയയിൽ HBB ജീൻ ശരിയാക്കുവാനും ഇതിന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു മാന്ത്രിക പേനയാണെങ്കിലും ഇതിനും ചില പരിമിതികളുണ്ട്. ആദ്യമായി ഓഫ് ടാർഗറ്റ് എഫക്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഗൈഡ് RNA വഴുതി വേണ്ടാത്ത സ്ഥലത്ത് പോയി DNA മുറിച്ചെന്ന് വരാം. ഇത് വലിയ അപകടമാണ്. ഇത് ഒഴിവാക്കാൻ ഹൈപ്പാക്യാസ്നൈൻ, ക്യാസ്നൈൻ HF1 പോലുള്ള കൂടുതൽ കൃത്യതയുള്ള വേർഷനുകൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി പാം നിയന്ത്രണം. ക്യാസ്നൈന് മുറിക്കണമെങ്കിൽ അടുത്ത് പാം സൈറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ. ഇതൊരു വലിയ തടസ്സമാണ്. ഇതിനെ മറികടക്കാൻ SPRY പോലുള്ള പാം ഫ്രീ വേരിയന്റുകൾ ഗവേഷകർ വികസിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി ഡെലിവറി ആൻഡ് സേഫ്റ്റി. ഇത്രയും വലിയൊരു സിസ്റ്റത്തെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണരാതെ കോശത്തിൽ എത്തിക്കുക എന്നത് ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നമ്മൾ മുന്നേറുകയാണ്. ഇന്ന് ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് പോലെയുള്ള പുതിയ ഡെലിവറി സിസ്റ്റങ്ങൾ വഴി ഹൃദയ രോഗങ്ങൾക്കും ലിവർ രോഗങ്ങൾക്കും വരെ ചികിത്സ ലഭ്യമാകുന്നു. ഏറ്റവും അഭിമാനകരമായ കാര്യം ഇന്ത്യയും ഈ മത്സരത്തിലുണ്ട് എന്നാണ്. സിക്കിൾ സെൽ അനീമിയ മാറ്റാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബിർസ 101. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ജീൻ തെറാപ്പി എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ, പ്രകൃതി എഴുതിയ വിധി ഇനി മാറ്റാൻ കഴിയില്ലെന്നത് പഴയ കഥയാണ്. ആ വിധി തിരുത്തുവാനുള്ള പേന ഇപ്പോൾ മനുഷ്യരുടെ കലങ്ങളിലുണ്ട്. നന്ദി. താങ്ക് യു സർ.